ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. എൽദോ RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ചിരിക്കുകയാണ് ADGP. ദത്താത്രേയ ഹൊസബല്ലയെ കണ്ടുവെന്ന് MR അജിത് കുമാർ സമ്മതിച്ചു. സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നാണ് വിശദീകരണം. വിനോദാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനോദ്, വളരെ നിർണായക, ഈ ഘട്ടത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലാണ് അദ്ദേഹത്തിന്റേത്, അല്ലെങ്കിൽ കുറ്റസമ്മതമാണ് എന്നൊക്കെ നമുക്ക് പറയാം. ദത്താത്രേയെ കണ്ടത് എന്തിനാ എന്നുള്ള ചോദ്യം അവർ ബാക്കി നിൽക്കട്ടെ. എപ്പോഴാണ് കണ്ടത്, എന്തിനു വേണ്ടിയാണ് കണ്ടത് എന്നൊക്കെ ഉള്ളതാണ് വളരെ പ്രധാനം. എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? അത്യന്തം ഗുരുതരമായ ഒരു ആരോപണമായാണ് ഇത് ഉയർന്നു വന്നത്. ദത്താത്രേയ ഹൊസബല്ലയെ കണ്ടത് RSSുമായുള്ള CPM ബന്ധം, അതിന്റെ ദല്ലാളായി ADGP കാണുകയായിരുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. മാത്രമല്ല, തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം, തൃശൂർ പൂരം കലക്കിയത് പോലും ഈ ഒരു കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണെന്ന ഗുരുതരമായ ആരോപണം. ആദ്യം ഈ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയും ഇത് നിഷേധിക്കുകയാണെങ്കിൽ താൻ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാമെന്ന് പറയുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ പ്രതിസന്ധിയിലായത്. കഴിഞ്ഞ ദിവസം ആണ് ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇക്കാര്യം അറിയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇക്കാര്യം തിരക്കിയപ്പോഴാണ് ADGP MR അജിത് കുമാർ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നു എന്ന കാര്യം പറയുന്നത്. അദ്ദേഹം അങ്ങനെ കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്ന് പറയുന്നില്ല. മാത്രമല്ല, അതൊരു സ്വകാര്യ സന്ദർശനമായിരുന്നു, മറ്റ് താല്പര്യങ്ങൾ ലക്ഷ്യം വെച്ചല്ല അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയത്. തീർത്തും സ്വകാര്യമായ ഒരു കൂടിക്കാഴ്ച ആയിരുന്നു എന്ന കാര്യമാണ് ADGP MR അജിത് കുമാർ പറയുന്നത്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് തന്നെ ആരോപിച്ചത് തിരുവനന്തപുരത്തെ ഒരു RSS നേതാവാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയത് എന്ന നിലയ്ക്കാണ്. ഇതെല്ലാം തന്നെ പ്രതിപക്ഷം വലിയ ആരോപണമായി കൊണ്ടുവരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള അന്വേഷണം എന്തുകൊണ്ട് SFIയുടെ അന്വേഷണം ഉൾപ്പെടെ നിലച്ചു, കൂടുതൽ നടപടികളിലേക്ക് പോകുന്നില്ല? തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയമുണ്ടായി. അതിനുശേഷം ഈ നേരത്തെ കേന്ദ്ര ഏജൻസികളുടെ പലവിധ അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു, കരുവന്നൂരിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന അന്വേഷണങ്ങൾ. ഈ അന്വേഷണങ്ങൾക്കെല്ലാം എന്ത് സംഭവിച്ചു എന്ന ചോദ്യം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിന്റെ പുരോഗതി ഏതുവരെയായി, അത് കേന്ദ്ര സർക്കാർ പുറത്തുവിടണം തുടങ്ങിയ കാര്യങ്ങൾ പല ആവശ്യങ്ങളായി അവർ ഇങ്ങനെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ MR അജിത് കുമാറിന്റെ വിശദീകരണം, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അദ്ദേഹം അറിയിക്കുന്നത് സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന നിലയ്ക്കാണ്. ഇക്കാര്യത്തിൽ ഏത് തരത്തിലാകും നടപടി? ഒരുപക്ഷെ അദ്ദേഹത്തിന് ADGP ആണെങ്കിൽ കൂടിയും വ്യക്തിപരമായി അദ്ദേഹത്തിന് അങ്ങനെ സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ സന്ദർശിക്കാനുള്ള അവസരമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP ആണ് RSS നേതാവിനെ സന്ദർശിക്കുന്നത്. അവിടെ സ്വകാര്യ സന്ദർശനമെന്ന് പറഞ്ഞൊഴിയാൻ, അങ്ങനെ മാത്രം പറഞ്ഞൊഴിയാൻ കഴിയും. വിനോദ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP അത് മുഖ്യമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പോ അറിയാതെ അത്തരത്തിലൊരു സ്വകാര്യ സന്ദർശനം നടത്തുക എന്ന് പറയുന്നത് ഏറെക്കുറെ അവിശ്വസനീയമാണ്. ഈ രണ്ട് കാര്യം, ഒന്ന്, ഈ RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP സമ്മതിക്കുന്നു എന്ന് വിശദീകരണം. അതിൽ ഈ ദത്താത്രേയ ഹൊസബല്ല തന്നെയായിരുന്നു ആ നേതാവ് എന്ന് പേരെടുത്ത് പറയുന്നുണ്ടോ? രണ്ടാമത്, ഈ പറയുന്നത് പോലെ ഇപ്പൊ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഒരു ADGP കൃത്യമായിട്ടുള്ള ഒരു പൊസിഷനിലിരിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ലക്ഷ്യമുള്ള ഒരു സംഘടനയുടെ സർക്കാരിക ഭാഗമാണ്. അദ്ദേഹത്തെ അങ്ങനെ നേരിട്ട് കാണണമെങ്കിൽ ഒരു അനുമതി തേടേണ്ട സാഹചര്യം കൂടി ഉണ്ടാകില്ലേ? ഇവിടെ ഒരു ഉയർന്നു വന്ന ആരോപണം, അത് തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട RSS നേതാവ്, ഈ RSS നേതാവാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയതെന്നാണ്. അതായത് RSS നേതാവ് വഴിയൊരുക്കണമെങ്കിൽ തീർച്ചയായും MR അജിത് കുമാർ അങ്ങനെയുള്ള നേതാക്കളുമായി നേരത്തെ തന്നെ ബന്ധം പുലർത്തുകയും ആ ഒരു സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിൽ ദത്താത്രേയെ കാണുകയും ചെയ്തു എന്നാണ് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നത്. ഇപ്പോൾ ഈ കൂടിക്കാഴ്ചയെ MR അജിത് കുമാർ തള്ളിക്കളയുന്നില്ല. അവിടെയാണ് ഈ ഗൗരവ സ്വഭാവം വരുന്നത്. കാരണം EP ജയരാജൻ തിരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസം നടത്തിയ വെളിപ്പെടുത്തൽ, അത് ഇടതുമുന്നണിക്ക് ഉണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. അദ്ദേഹം പറഞ്ഞത് പ്രകാശ് ജാവദേക്കർ ഒരു സ്വകാര്യ ചടങ്ങുമായി ബന്ധപ്പെട്ട് തന്റെ മകന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു എന്ന കാര്യമാണ്. അദ്ദേഹം വരികയും അദ്ദേഹത്തെ കണ്ട പാടെ തന്നെ സ്വീകരിച്ചിരുത്തി താൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. മറ്റ് രാഷ്ട്രീയമൊന്നും സംസാരിച്ചില്ല എന്ന കാര്യമാണ് EP ജയരാജൻ വെളിപ്പെടുത്തിയത്. പക്ഷേ EP ജയരാജന്റെ നില എന്ത് എന്ന് പിന്നീട് നമ്മൾ കണ്ടതാണ്. EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്തു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അവിടെയാണ് ADGP MR അജിത് കുമാർ, പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പലവിധ കാര്യങ്ങളിലായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം, അവിടെ പല ഒത്തുതീർപ്പ് സാധ്യതകൾ, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം, തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തി അത് അങ്കിത് അശോക് എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ട്
ഇങ്ങനെ പൂരം കലക്കി അല്ലെങ്കിൽ കേട്ടുകേൾവിയില്ലാത്ത നടപടികളിലേക്ക് പോലീസ് പോയി വി.എസ്. സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ച കാര്യവും അതുതന്നെയാണ്. കാരണം പോലീസിനെ സംശയം നിഴലിൽ നിർത്തുന്ന അല്ലെങ്കിൽ പോലീസിനെ സംശയിക്കുന്ന നിലയിൽ തന്നെയാണ് വി.എസ്. സുനിൽകുമാറിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ഈ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴും വി.എസ്. സുനിൽകുമാറിന്റെ പ്രതികരണം ഉണ്ടായി. എന്തിന് പോലീസ് അങ്ങനെ പെരുമാറി എന്നതാണ്. അതായത് സുരേഷ് ഗോപിക്ക് അവിടെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. സുരേഷ് ഗോപിക്ക് അവിടെ എത്തുന്നതിനും ഈ കാര്യങ്ങളിൽ ഇടപെടുന്നതിനും അങ്ങനെ ഈ പൂരം കടക്കുമ്പോൾ ഒരു രക്ഷകനായി എത്തുന്ന പരിവേഷം സൃഷ്ടിക്കാൻ സുരേഷ് ഗോപിക്ക് വേണ്ടി അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ആരോപണമായി വരുന്നത്. അവിടെയാണ് അതിന് തൊട്ടു മുൻപ് ഈ RSS നേതാവുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ച വലിയ വിവാദമായി മാറുന്നതും ഇപ്പോൾ ആ കൂടിക്കാഴ്ച അദ്ദേഹം തള്ളിക്കളയുന്നുമില്ല. റൈറ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. ADGP MR അജിത് കുമാർ അത്തരത്തിലൊരു സന്ദർശനം നടത്തിയിട്ടുണ്ടെന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു. ഇപ്പോൾ അത് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നു അങ്ങനെ ഒരാളെ കണ്ടു എന്ന്. പക്ഷെ അത് സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നാണ് വിശദീകരണം. പക്ഷെ ആ വിശദീകരണം പോരാ എന്നുള്ളത് തന്നെയാണ്. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്ന ആരോപണങ്ങൾ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജയം ഇതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകും. ഇതൊന്നും മറഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് ഓരോ ദിവസങ്ങളിലും ഓരോ മണിക്കൂറിലും വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക്